Hello guys, once again welcome back to another variety video of Trip with Shinil. Guys, അപ്പോൾ നമ്മൾ ഇന്ന് അതിരപ്പള്ളി ഭാഗത്തുള്ള പൊളാരീസ് ദ റിവർ സൈഡ് എന്ന് പറയുന്ന അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോണ. ഏകദേശം 9 റൂമുകളുള്ള കിഡിലൻ പ്രോപ്പർട്ടിയാണ് ഉള്ളത്. 5 ഡീലക്സ് റൂമും 4 പ്രീമിയം റൂമുമാണ് നമ്മുടെ പൊളാരീസിലുള്ളത്. പൊളാരീസിന്റെ ഫ്രണ്ട് വശമാണ് ഇപ്പോൾ ഈ കാണുന്നത്. മുമ്പിൽ തന്നെ ഏകദേശം ഒരു 4-5 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കൂടുതൽ വരികയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് തന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇതാണ് റിസപ്ഷൻ. കിഡിലൻ റിസപ്ഷൻ ആണ്. നമുക്ക് റൂം റെഡി ആയിട്ടില്ലെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ലോബിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ആംബിയൻസ് ആണ്, കിഡു ആംബിയൻസ് ആണ്. ഇത് റിസപ്ഷനിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു വരാന്തയാണ്. ഈ വരാന്തയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ സ്റ്റണ്ണിങ് പൂള് വരണത്. പൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡിലൻ പൂളാണ്, ഒരു രക്ഷയില്ല. കണ്ണഞ്ചിപ്പിക്കുന്ന അടിപൊളി പൂളാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ്. അതുപോലെ തന്നെ കിഡ്സ് പൂളും ഉണ്ട്. അതുപോലെ തന്നെ ചുറ്റിനും നമുക്ക് ഇരിക്കാനുള്ള ഓപ്ഷൻസും അതുപോലെ തന്നെ വെയിൽ കായാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കിഡിലൻ പൂളാണ്, നല്ല പ്രൈവസിയാണ്. അതുപോലെ തന്നെ ഈ ഒരു റിസോർട്ടിന് ഏകദേശം 3 ഫ്ലോറാണ് വരുന്നത്. ബേസ്മെന്റ്, ഗ്രൗണ്ട്, അതിൽ മുകളിലേക്ക് വരുന്ന ഫസ്റ്റ് ഫ്ലോർ. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ 4 അല്ലെങ്കിൽ 5 ഡീലക്സ് റൂം വരുന്നത്. അതിന്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഹാള് വരുന്നത്. ഇതൊരു മിനി ഹാളാണ്. ഏകദേശം 35-40 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ സെമിനാറുകൾ അറ്റൻഡ് ചെയ്യാനും സെലിബ്രേഷൻ ചെയ്യാനായിട്ടൊക്കെ പറ്റിയ അടിപൊളി ഹാളാണ്. ഫാൻ ഉണ്ട്, AC ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൈ കഴുകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ സെർവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് മൾട്ടി പർപ്പസ് ഹാളാണ്. സൂപ്പർ ഹാളാണ്. നമുക്ക് എന്ത് പരിപാടിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഹാളാണ്. അപ്പൊ ഈ ഹാളിൽ നിന്ന് മുകളിലേക്ക് പോയാലാണ് നമ്മുടെ ഡീലക്സ് റൂമുകൾ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഡീലക്സ് റൂമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പൊളാരീസിന്റെ ഒരു ഡീലക്സ് റൂം വരുന്നത്. ഈ ഡീലക്സ് റൂമിന്റെ ഒരു പ്രത്യേകത കിങ് സൈസ് ബെഡാണ്. പക്ഷെ ഇതിന്റെ സൈസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ബാൽക്കണി എന്നുള്ള വ്യൂ ഉണ്ട്. അപ്പൊ മുകളിലായതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് കെറ്റിലുണ്ട്. 2 പേർക്ക് കിടക്കാൻ കഴിയുന്ന അടിപൊളി കിങ് സൈസ് ബെഡ് ഉണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ. നമ്മുടെ അതിരപ്പള്ളി പുഴയിലേക്കുള്ള സൂപ്പർ വ്യൂ ആണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക് കെറ്റിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വാർഡ്രോബ് ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള വാർഡ്രോബ് ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ബാത്റൂം. അപ്പൊ അതുപോലെ തന്നെ മോളിൽ നിന്നുള്ള നമ്മുടെ പൂളിലേക്കുള്ള ഒരു വ്യൂ ആണ് കണ്ടത്. ഈ ഒരു റിസോർട്ടിന്റെ പുറകിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ഗാർഡൻ വരുന്നത്. ഇവിടെയാണ് നമുക്ക് റെസ്റ്റോറന്റ് അതുപോലെ തന്നെ 2 പ്രീമിയം റൂംസ് ഉള്ളത്. അപ്പൊ ആദ്യത്തെ പ്രീമിയം റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് പ്രീമിയം റൂം. കിഡിലൻ പ്രീമിയം റൂമാണ്. ഡീലക്സ് റൂമിനെ അപേക്ഷിച്ചിട്ട് ഇതിന്റെ സൈസ് കുറച്ചും കൂടി വലുതാണ്. കിങ് സൈസ് ബെഡാണ്. 2 പേർക്ക് കിടക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ എക്സ്ട്രാ ബെഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ഇരുന്ന് സംസാരിക്കാനായിട്ടും ചെറുതായിട്ട് മീറ്റിംഗ് കൂടാനുള്ള സജ്ജീകരണവും കൂടി ഉണ്ട്. അതുപോലെ TV ഉണ്ട്, ഇലക്ട്രിക് കെറ്റിലുണ്ട്. അങ്ങനെ ഡീലക്സ് റൂമിലുള്ള സകല ഓപ്പർച്യൂണിറ്റികളും ഈ ഒരു റൂമിലുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പുറത്തായിട്ട് ചെറുതായിട്ട് ഒരു സിറ്റ് ഔട്ട് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അവിടെ 2 പേർക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഏരിയയാണ്. ഇതാണ് രണ്ടാമത്തെ ഒരു പ്രീമിയം റൂം. ഏകദേശം 4 പ്രീമിയം റൂമാണ് വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് 2 പ്രീമിയം റൂമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. പ്രീമിയം റൂമിന്റെ ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ ആംബിയൻസ് ആണ്. ഫാമിലി ആയാലും ഹണിമൂൺ കപ്പിൾസ് ആയാലും എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ് നമ്മുടെ ഈ പൊളാരീസ് എന്ന് പറയുന്നത്. പൊളാരീസ് വരുന്നത് ചാലക്കുടിയിൽ നിന്ന് നമ്മൾ അതിരപ്പള്ളിക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ്. ബോർഡൊക്കെ റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ട്. അതുപോലെ മാപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡനാണ്. ഗാർഡനിൽ ഒരു പ്ലേ ഏരിയ ഉണ്ട്. അതുപോലെ നമുക്ക് ചായ കുടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പുറത്തായിട്ട് തന്നെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. വളരെ നാച്ചുറൽ ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് വലിപ്പം കൂട്ടാനായിട്ടും നമ്മുടെ ഈ ഗാർഡനിലോട്ടൊക്കെ ഇറങ്ങിയിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ ആംബിയൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മുടെ അതിരപ്പള്ളി പുഴയുടെ തീരത്താണ്. അതുപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റിന്റെ മുകളിലായിട്ട് 2 പേർക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മുടെ പുഴയിലേക്കുള്ള കിഡിലൻ വ്യൂ ആണ്. അപ്പൊ മഴക്കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴ അങ്ങോട്ട് കുത്തിയൊലിച്ച് വരുമ്പോഴൊക്കെ കാണാൻ പറ്റിയ അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പൊ പുഴയിൽ നിന്ന് നമ്മുടെ റിസോർട്ടിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പൊ ചെറിയ വെള്ളം ഉള്ളൂ എങ്കിൽ കൂടി മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും വെള്ളത്തിന്റെ അളവ് കൂടുകയും നല്ല വ്യൂ ആവുകയും നല്ല ആംബിയൻസ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടേക്ക് ഇറങ്ങിയിരുന്ന് കുളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. രാത്രി ഏകദേശം വൈകുന്നേരം 5 മണി തൊട്ടിട്ട് രാത്രി 7 വരെയൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. കിഡിലൻ റിസോർട്ടാണ്. റിസോർട്ടിലൊക്കെ റൂം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും അത് ബന്ധപ്പെട്ടാൽ പ്രത്യേക ഓഫറുകളിൽ നിങ്ങൾക്ക് ഈ റൂമൊക്കെ ബുക്ക് ചെയ്യട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക.